ചില സമയങ്ങളിൽ നമ്മൾ തനിച്ചാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നത് പോലെ വേറെ ഒരാളുമില്ല നമ്മൾക്കെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ നമുക്കല്ലേ നൽകേണ്ടത്. കാലം കടന്നു പോകുന്തോറും എൻ്റെ മനസ്സ് ചെറുപ്പമായി വരികയാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ എനിക്ക് ചുറ്റുമുള്ളവർക്ക് കഴിയുന്നില്ലെന്ന് മാത്രം. പലതവണ ചൊല്ലിപ്പടിച്ച പാഠങ്ങളൊക്കെയും മറക്കരുതെന്ന് ഓർത്തിടുമ്പോൾ ഇനിയും ഏറെ പഠിക്കാനുണ്ട് എന്നോർത്ത് ബുദ്ധി തന്നെ അതെല്ലാം മായ്ച്ചിടുന്നു. നമുക്ക് ജീവിതത്തിൽ ദേഷ്യവും വിഷമവും ഒക്കെ തോന്നുന്നത് നമ്മൾ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുമ്പോഴാണ്. ചിലരുണ്ട്, അധികം സംസാരിക്കാത്തതായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അവർക്കിഷ്ടമുള്ള അവരെ കേൾക്കുന്നവരുടെ അടുത്ത് അവർ വാചാലയാകും. നമ്മൾ കണ്ടവർ തന്നെയാണോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. ജീവിതത്തിൽ ദരിദ്രനായി ജനിക്കുന്നത് ഒരു കുറ്റമല്ല. എന്നാൽ ദരിദ്രനായി തന്നെ ജീവിക്കുന്നത് ഒരു കുറ്റമാണ്. ചിലരുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ അവർക്ക് സമയമില്ല. പുറത്തുപോയി കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ, അല്ലെങ്കിൽ ചുമ്മാ അവരോട് വർത്താനം പറഞ്ഞിരിക്കാനോ, അതുമല്ല വെറുതെ മൊബൈൽ നോക്കി സമയം കളയാനോ ഒക്കെ അവരുടെ കയ്യിൽ ആവശ്യത്തിലധികം സമയമുണ്ടാകും. അങ്ങനെയുള്ളവരുടെ കുടുംബജീവിതം വളരെ വിഷമം നിറഞ്ഞതായിരിക്കും. ചില ഓർമ്മകൾ അങ്ങനെയാണ്, മറക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് ആഴത്തിൽ മുറിവേൽപ്പിച്ചു കൊണ്ടേയിരിക്കും. സൗഹൃദങ്ങൾ അതെന്നും ഏതു കാലത്തും വിലമതിക്കാനാവാത്തതാണ്. ആത്മാർത്ഥമായി നമുക്കൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും അയാൾ നിങ്ങളുടെ കൂടെ തന്നെ കാണും. നന്മയുള്ളവരുടെ ലോകമല്ല ഇത്. തിന്മയും പിന്നിൽ നിന്ന് കുത്തലും ചതികളും അങ്ങനെ ദുഷ്ടചിന്തകൾ മാത്രം നിറഞ്ഞ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഉള്ളിൽ അവശേഷിക്കുന്ന ചെറിയ നന്മകൾക്ക് നമ്മുടെ ജീവിതത്തോളം തന്നെ വലിപ്പമുണ്ട്. കാത്തു സൂക്ഷിക്കുക. കൈമോശം വന്നാൽ പിന്നെ ജീവിതത്തിന് അർത്ഥമില്ലാതായി പോകും. ചിത്രങ്ങളെ മനോഹരമാക്കുന്നത് കാലഘട്ടമാണ്. ഇന്നെടുത്ത ഒരു ഫോട്ടോ ചിലപ്പോൾ മനോഹരമായി തോന്നുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങളെ ഒന്ന് സഹായിക്കാൻ, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമുണ്ടാവില്ല. പകരം നിങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായി ശാരീരികമായി ഉപദ്രവിക്കാനോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ആളുണ്ടാവും. അതൊരു പ്രകൃതി നിയമമാണ്. ജീവിതത്തിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കഷ്ടപ്പാട്. ഇത്രയും എളുപ്പത്തിൽ ലഭിക്കുന്ന വേറൊരു കാര്യമില്ല. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, തിരികെ നമ്മുടെ ബാല്യത്തിലോട്ട് ഒന്ന് പോയി വരാൻ കഴിഞ്ഞെങ്കിലെന്ന്. ഒന്നും തിരികെ പിടിക്കാനല്ല, മറിച്ച് ഒരു ഓർമ്മ പുതുക്കൽ, ഞാൻ എന്തായിരുന്നു എന്ന് സ്വയം തിരിച്ചറിയാനുള്ള ഒരു എത്തിനോട്ടം മാത്രം. മറവി ഒരു അനുഗ്രഹമാണ്. ജീവിതത്തിൽ ചിലരെ മറന്നുകൊണ്ട് തന്നെ ജീവിച്ചേ മതിയാവൂ. ചില സമയങ്ങൾ നമുക്കൊന്ന് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. നമ്മൾ എന്താണെന്ന് സ്വയം തിരിച്ചറിയാൻ അത് നമ്മളെ സഹായിക്കും. വന്ന വഴികളും ഇനി താണ്ടാനുള്ള ദൂരങ്ങളും എത്രയാണെന്നറിയാൻ ഒന്ന് സ്വയം വിലയിരുത്താം. മൊബൈലുകളോ ടിവിയോ കമ്പ്യൂട്ടറോ ഒന്നുമില്ലാത്ത ഒരു സമയം, ആഴ്ചയിലോ മാസത്തിലോ നിങ്ങൾക്ക് എപ്പോഴാണ് സാധിക്കുക എന്ന് വെച്ചാൽ അങ്ങനെ. തനിച്ചാണ് നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും. പക്ഷേ ജീവിക്കാൻ ആരെയൊക്കെയോ ആശ്രയിച്ചു കൊണ്ടേയിരിക്കുന്നു. കൂട്ടുകാരെന്ന് വെച്ചാൽ എന്തും തുറന്നു പറയാൻ പറ്റുന്ന, ഏത് സാഹചര്യത്തിലും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന നമ്മുടെ തന്നെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു മുഖം കൂടി എത്തുന്നുണ്ടാവും അല്ലേ? എന്റെ ജീവിതത്തിൽ ഇത് നടക്കില്ല, എന്നെ കൊണ്ട് ഇങ്ങനെയേ പറ്റൂ, ഇത് എന്റെ പരിമിതിയാണ്, എന്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ്. ശരി, സമ്മതിച്ചു, എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട. പക്ഷേ എനിക്ക് കൂടെ ഇതെല്ലാം ബാധകമാണ്. നിനക്ക് സഹകരിക്കാൻ പറ്റാത്ത ഒരു ജീവിതത്തിൽ ഞാൻ മാത്രം ഇങ്ങനെ ആവണമെന്ന് ചിന്തിക്കുന്നത് സ്വാർത്ഥതയല്ലേ? സ്നേഹത്തിനെയോ മനുഷ്യബന്ധത്തെയോ പണം കൊണ്ട് അളക്കരുത്. മറിച്ച് നമ്മൾ മനഃപൂർവ്വം അവഗണിക്കുന്ന ഒരു കാര്യമാണെന്ന് സ്നേഹവും മനുഷ്യബന്ധങ്ങളുമെല്ലാം പണമുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവൂയെന്ന്. നമ്മൾ സ്നേഹിക്കുന്ന ചിലർ നമ്മളെ അടിച്ചമർത്തുന്നതിൽ വിജയിക്കാറുണ്ട്.
അത് നമ്മുടെ കഴിവുകേട് തന്നെയാണ്. പക്ഷേ ഒന്നോർക്കുക, എല്ലാവരുടെ മുന്നിലും നമ്മളിങ്ങനെ നിൽക്കുന്നത് അവരെക്കാൾ നന്നായി പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ നമ്മൾ അത് ചെയ്യാത്തത് അവരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. ചില സമയങ്ങളിൽ നിങ്ങളുടെ വാക്കുകളേക്കാൾ നിങ്ങളുടെ നിശബ്ദതയ്ക്ക് ആയിരിക്കും മൂല്യം കൂടുതൽ. വെറുപ്പും അവഗണനയും ആക്ഷേപങ്ങളും മാത്രം നൽകുന്നതാവും ചിലരുടെ മനസ്സ്. എന്തിനാണ് പിന്നെ അത്തരക്കാരുടെ മുമ്പിൽ എന്നെയൊന്ന് നോക്കൂ എന്ന് പറഞ്ഞ് യാചിച്ചു നിൽക്കുന്നത്? ചില ആളുകളുണ്ട്, നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറ്റുന്നത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അവർ നമുക്ക് വേണ്ടി ചെയ്യും. പക്ഷേ അതിനെല്ലാം ഒരു കാലയളവുണ്ടാവും. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ആഡംബരങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? സമയം, ആരോഗ്യം, മനസ്സമാധാനം. നമ്മൾ ചിന്തിക്കുന്നിടത്തേക്ക് യാത്ര പോകാൻ സാധിക്കുക, വൈകി എഴുന്നേൽക്കാൻ പറ്റുക, ഒത്തിരി സന്തോഷം നിറഞ്ഞ വീട്. കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ചോർത്ത് വിഷമിച്ചിട്ടോ ആശങ്കപ്പെട്ടിട്ടോ കാര്യമില്ല. അത് കഴിഞ്ഞു പോയതാണ്, ഇനിയത് മാറ്റാനാവില്ല. ഒരു ദിവസം 15 സിഗരറ്റ് വലിക്കുന്നത് പോലെ തന്നെ വീട്ടിൽ വളരെ കാലം തനിച്ചിരിക്കുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്നത് നിങ്ങളുടെ ക്ഷേമത്തിന് ദോഷകരമാകും. ഞാൻ പോരാ എന്ന ചിന്തയേക്കാൾ എനിക്ക് പരിമിതികൾ ഉണ്ടാവാം എന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത്. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. വിജയത്തിനായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു യജമാനനാക്കും, എന്നാൽ സംതൃപ്തിക്കായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു ഇതിഹാസമാക്കും. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ കാണുന്ന ഭയാനക ദൃശ്യങ്ങളാണ് തടസ്സങ്ങൾ. നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. എല്ലാവരും സ്വപ്നങ്ങൾ കാണും, ചുരുക്കം ചിലർ ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും കാണും, എന്നിട്ടത് ജീവിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കും. ഒരു പുരുഷൻ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളേക്കാൾ നിങ്ങളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് വേറെ ആർക്കും കഴിയില്ല. ആ വ്യക്തിയെ ഒരിക്കലും വിട്ടുകളയരുത്. ഒരു വ്യക്തിയെ അംഗീകരിക്കാൻ ശ്രമിച്ചാൽ, അവനും വ്യക്തിത്വമുണ്ടെന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ തീരാവുന്നതേയുള്ളൂ ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, മൊബൈൽ ഉപയോഗിക്കാൻ അറിയാത്ത ഒരു തലമുറ, TV ഉപയോഗിക്കാൻ അറിയാത്ത ഒരു തലമുറ, നമ്മൾ ഇതുപയോഗിക്കുമ്പോൾ നമ്മളെയും ഒത്തിരി കുറ്റപ്പെടുത്തി കാണും. അതൊരു ആവശ്യ സാധനമായി മാറുന്നത് വരെ ആർക്കും ആരെയും അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഇന്നത്തെ തലമുറയും. അവരുടെ ആവശ്യങ്ങളും നമുക്ക് അനാവശ്യമായിരിക്കാം. നഷ്ടങ്ങളുടെ വില അറിയണമെങ്കിൽ നഷ്ടപ്പെടണം, ബന്ധങ്ങളുടെ വില അറിയണമെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാവണം. ഒരു സഹായവും അത് ചെറുതോ വലുതോ എന്തുമായിക്കൊള്ളട്ടെ ആരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. കാരണം നിങ്ങളെ സഹായിക്കാൻ സമയവും പൈസയും എല്ലാം അവർക്കുണ്ടെങ്കിലും അതിന് നല്ലൊരു മനസ്സുകൂടെ വേണ്ടേ? ചിലരങ്ങനെയാണ്. ഒന്ന് സങ്കടപ്പെട്ടാൽ, അവരെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ, പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ അവരുടെ വിഷമം. ജീവിതത്തിൽ എവിടെയും എത്തിയില്ല എന്ന് തോന്നുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇനിയും നിങ്ങൾക്ക് മുന്നിൽ സമയവും സാഹചര്യവും ഒത്തിരിയാണ്. നേടണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കൂടെ നിൽക്കുന്നവനാണ് കൂട്ടുകാരൻ. സുഖത്തിലും ദുഃഖത്തിലും നിഴൽ പോലെ നിങ്ങൾക്ക് തണലേകുന്നവൻ. എന്തും തുറന്നു പറയാവുന്ന മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. വിശ്വാസത്തോടെ കൂടെ കൂട്ടാവുന്നവൻ. എല്ലാത്തിനോടും അനാവശ്യമായി ദേഷ്യപ്പെടുകയും ആരെയും വകവയ്ക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന പുതിയ തലമുറയെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? അതിനെല്ലാം കാരണം നമ്മൾ തന്നെയാണ്. വിഷമങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാവില്ല, പക്ഷേ അവയെ അതിജീവിച്ച് പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിലാണ് നിങ്ങൾ വിജയിക്കുന്നത്. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ആരും കൂടെ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം കണ്ടറിഞ്ഞ് നമ്മുടെ കൂടെ തന്നെ നിൽക്കും. പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആദ്യ ദിവസം സ്കൂളിൽ വിടുന്ന കുട്ടിയേക്കാൾ കരയുന്നത് അവന്റെ അമ്മയായിരിക്കും. അത് ആ കുട്ടിയെ പോലെ തന്നെ അമ്മയും അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിന്റെ അളവാണ്. 3-4 വർഷം ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ ചേർന്നിരുന്ന് രണ്ടുപേർ പെട്ടെന്ന് പിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം അവസ്ഥ. പറ്റുമെങ്കിൽ ഇടയ്ക്കൊരു മാറ്റം നല്ലതാണ്. പുതിയ സ്ഥലങ്ങളോ ആൾക്കാരോ
എന്തിനേറെ പറയുന്നു, പുതിയ ചിന്തകൾ പോലും നിങ്ങൾക്കൊരു പുത്തൻ ഉണർവ് സമ്മാനിക്കും.